ഹായ് അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പം ഞാൻ വന്നതേ, ഞാനിങ്ങോട്ട് വന്ന അന്നത്തെ ദിവസത്തെ പറ്റി പറയാനാട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മസ്കറ്റിൽ വന്ന് പ്ലെയിൻ ഇറങ്ങി. അപ്പോൾ എന്നെ അറബി കൂട്ടാൻ വന്നു. അറബി ഒറ്റക്കായിരുന്നു വന്നത്. അപ്പോൾ ഫോട്ടോ വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നിരുന്നതല്ലേ. അപ്പോൾ എനിക്ക് അയാളെ കണ്ടപ്പോൾ മനസ്സിലായി, അയാൾക്ക് ഇനിയും കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ അയാൾ അൽഹംദുലില്ലാ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടിയൊക്കെ മേടിച്ച്, എൻ്റെ ബാഗും പിന്നെ എൻ്റെ പെട്ടിയൊക്കെ മേടിച്ച് അയാൾ മുന്നിൽ നടന്നു. എന്തെങ്കിലും സലാം പറഞ്ഞ് ഞാൻ സലാം അടക്കം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അയാളെ കാറിൽ ഡിക്കിയിൽ പെട്ടിയൊക്കെ വെച്ചു. ഇങ്ങോട്ട് കയറാൻ പറഞ്ഞ് ഞാൻ കയറി പോയി. എപ്പോഴാണ് രാത്രി 2:45 എന്നൊക്കെയാണ് ഞാൻ മസ്കറ്റിൽ വന്ന് ഇറങ്ങിയത്. രാത്രി കേട്ടോ. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഞങ്ങൾ അയാൾ ഭക്ഷണം പറഞ്ഞാൽ എന്തൊക്കെ ഈ ഫ്രൂട്ടി ഐറ്റംസും പിന്നെ ഈ ലേസ് അങ്ങനത്തെ എന്തൊക്കെയുണ്ട് കവർ. ഞാൻ നോക്കിയിട്ടില്ല, തുറന്നിട്ടില്ല, കഴിച്ചിട്ടില്ല കേട്ടോ. നമുക്കൊരു പേടിയല്ല, ആദ്യമായിട്ടല്ലേ. അപ്പോൾ അവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ മനസ്സിൽ പേടി കുടുങ്ങിയിട്ടാണ്. കാരണം എന്താ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ, നമ്മളറിയണ ആൾക്കാരും അല്ലല്ലോ. അപ്പോൾ എന്നിട്ട് ഞാൻ ചെയ്തു, അങ്ങനെ അവിടെ വന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ പോന്നിട്ട് കുറേ ഓടിയിട്ട് എത്രയും മണിക്കൂറോളം പോന്നിട്ടുണ്ട്. അപ്പോൾ പോന്നിട്ട് പിന്നൊരു 4 മണി ഒക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ എന്താട്ടി ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു വീടെന്ന് പറഞ്ഞാൽ വലിയ മതിൽ കേട്ടോ, ഗേറ്റും വലിയ മതിലും വലിയ ഗേറ്റും. ഒരു വീട്ടിൽ കൊണ്ടുപോവുകയാണ് എന്നെ. അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് ചോദിക്കാനറിയില്ല, ഇതാണ് വീടാന്ന് ചോദിക്കാനുള്ള ഭാഷ എനിക്കറിയില്ലല്ലോ. അയാൾക്കാണെങ്കിൽ വേറെ ഒന്നും അറിയില്ല, എനിക്കും അറിയില്ലല്ലോ. അപ്പോൾ അയാൾ എന്നെ പിന്നെ ഗേറ്റിൻ്റെ ചാവി വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് ഗേറ്റ് തുറന്നു. അപ്പോൾ ഗേറ്റ് തുറന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തിപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്ന് ഗേറ്റ് ഇറക്കണം, ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കുമോ? ആണുങ്ങൾ പുറത്ത്, പെണ്ണുങ്ങൾ അങ്ങനെ ഇറങ്ങൂലല്ലോ. അപ്പോൾ ആണുങ്ങൾ പുറത്ത് പോകുമ്പോൾ ചാവിയോട്ട് പോയിട്ട് വരുമ്പോൾ തുറക്കലായിരിക്കും. ഞാനതാ വിചാരിച്ചാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ, വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അതിലയാൾ ഗേറ്റൊക്കെ തുറന്ന് വണ്ടിയായിട്ട് ഉള്ളിൽ കയറിയിട്ട് ഇയാൾ ഗേറ്റ് പൂട്ടി. ഗേറ്റ് ഇതുപോലെ ഉള്ളിൽ നിന്നും പിന്നെ പൂട്ടിയിട്ടോ. പൂട്ടിയപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഉള്ളിൽ ആൾക്കാരുണ്ടാവും. പക്ഷെ കണ്ട വലിയൊരു വീടൊന്നും അല്ല, ഇതിനൊരു ചെറിയൊരു വീട്, വലിയ വലിപ്പമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വലിപ്പമുണ്ട്. എന്നാലും അത്രക്ക് ഒരു ഫാമിലി താമസിക്കുന്ന വീടിൻ്റെ വലിപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഇവർക്ക് പണിക്ക് വരുമ്പോൾ, ജോലിക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള വീടൊക്കെ നമ്മളെ മനസ്സിൽ അതൊക്കെയല്ലേ ഉദ്ദേശം. അപ്പം ഞാൻ ഈ വീടും ഇയാളെ ഗേറ്റ് പൂട്ടലൊക്കെ കണ്ടപ്പോൾ തന്നെ പേടിച്ചിട്ടോ. അപ്പോൾ ഇയാളെന്നോട് പിന്നെ വാതിലും തുറക്കണുണ്ട്. എന്നാൽ പിന്നെ അപ്പോഴും എൻ്റെ മനസ്സിലെന്താ വിചാരം, കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ എൻ്റെ റൂം ഇതാവും, ഓല ഉള്ളിലാവില്ലല്ലോ. ചിലപ്പോൾ നമുക്കിങ്ങനെ ജോലിക്ക് വരുന്നവർക്ക്, പണിക്കാരത്തികൾക്ക് വേറെ പുറത്തുള്ള റൂം അങ്ങനെയൊക്കെയാണ്. കാരണം പേടിക്കാനൊന്നുമില്ല, വലിയ ഗേറ്റും ഇതൊക്കെ ഇല്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ച് എൻ്റെ റൂമിലേക്ക് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞാൻ അപ്പോഴും നമ്മളെ മനസ്സിൽ ഓരോന്നിങ്ങനെ ഓടല്ലേ. അപ്പോൾ എന്നോട് കാറിൻ്റെ ഡോർ തുറന്നിട്ട് പറഞ്ഞു, എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. പെട്ടിയെടുക്കാൻ നേരത്ത് എന്നോട് പറഞ്ഞു നോ ഇപ്പരെടുത്തോളം, അങ്ങനെ ഒരു ഭാഷ സംസാരിച്ചിട്ടോ. അപ്പം ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് മാത്രം എടുത്തിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ അപ്പോൾ ഇയാൾ വാതിൽ തുറന്ന് എന്നോട് ഉള്ളിൽ കയറാൻ പറഞ്ഞു. വാതിൽ തുറന്നിട്ടിട്ട് ഞാൻ ഉള്ളിൽ കയറാൻ പറഞ്ഞു. അപ്പം ഞാനിതുപോലെ ഉള്ളിൽ കയറി. അപ്പോൾ മുപ്പരിൻ്റെ പെട്ടിയും ബാഗൊക്കെ ആയിട്ട് പിന്നിൽ വന്ന് ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച് ഞാൻ ഉള്ളിൽ കയറിയൊക്കെ ഉണ്ട്. ഒരു റൂമും ഒരു ഹാളും ഒരു ബാത്റൂമും മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, ഫാമിലി എവിടെ? ഞാനിങ്ങനെ ഫാമിലി ഇവിടെ ഇവിടെ നോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, ഫാമിലി വൈ ഇങ്ങനെ അറിയണ ഇതിലൊക്കെ ഞാൻ തട്ടി വിടുന്നുണ്ട്, എനിക്കിവിടെ ഇവരെവിടെയെന്ന് അറിയണ്ടേ. അപ്പം എന്നോട് അയാൾ ഉള്ളിലത്തെ റൂം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, റൈഹാന അവിടെ കിടക്കാൻ പറഞ്ഞ അങ്ങനത്തെ രീതിയിൽ എന്നോട് സംസാരിച്ചു. അവിടെ നിന്നോ, ഞാനിവിടെ പുറത്ത് ഹാളിൽ ഇതുപോലെ കട്ടിലും ബെഡൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ കിടന്നോളാം എന്നുള്ളൊരു ഇതിൽ മുപ്പര് സംസാരിച്ചു.
അപ്പം എനിക്ക് പേടിയായില്ലേ. അപ്പം ഞാൻ പറഞ്ഞേ ഫാമിലി ഒന്നും ഇല്ലേന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയണ അയാളാണെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കട്ടെ, അയാൾക്ക് ഫാമിലി ഇല്ല നോ 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 എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി ഫാമിലി അവിടെ ഇല്ലയെന്ന്. അതിൽ ഞാൻ എന്താട്ടിന്നോ, ഞാൻ പെട്ടിയും ഹാൻഡ് ബാഗും ഇതൊക്കെ എടുത്തിട്ട് പുറത്ത് കണ്ടിറങ്ങി. അയാൾ ഉള്ളിൽ നിന്നിട്ട് ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ എന്നോട് പാസ്പോർട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മനസ്സിലാവാത്ത രീതി പാസ്പോർട്ട് ചോദിക്കണം അതെനിക്ക് മനസ്സിലായിക്കണം. പക്ഷെ ഞാൻ മനസ്സിലാകാത്ത രീതിയിൽ നിന്നിട്ട് പാസ്പോർട്ട് ഞാൻ അപ്പം കൊടുത്തില്ല. അതിൽ ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിൽക്കൂല, ഞാൻ മലയാളാട്ട പറയണ. അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്ക്. അപ്പം എന്നെ കൊടുന്ന ഒരാളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ അടുത്ത് ഫോണുണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് ആർക്കും വിവരം അറിയിക്കാനും നമ്മളെ കയ്യിൽ നെറ്റൊന്നും ഇല്ലല്ലോ, വെറും ഫോണ് മാത്രമല്ലേ ഉള്ളൂ, കോളും പോവില്ല. പിന്നെ ഇപ്പോൾ ഞാൻ എന്താട്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കൊടുന്ന് ഞങ്ങളെ ഫാമിലിയിലത്തെ ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഫാമിലിയിലത്തെ ഒരാളോട് വേറൊരാൾ റെക്കമെൻഡേഷനിലാണ് വന്നത്. അയാളങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരാൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തേട്ടാ. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിയത്. അതിൽ ഇയാൾ പേര് ഞാൻ പറയണില്ല, ഞാൻ പറഞ്ഞു അയാൾ വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം കോൾ ചെയ്ത് തന്നു കേട്ടോ. അതിൽ ഓല് തമ്മിൽ എന്തോ സംസാരിച്ചിട്ടുണ്ട്, അതൊന്നും എനിക്കറിയില്ല. ഇയാൾ അറബിയിലല്ലേ സംസാരിക്കണം, എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ തന്നു. അപ്പം എന്നോട് ചോദിച്ചാൽ എന്താ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിൽക്കൂല, ഒരു വലിയൊരു മതിലും വലിയൊരു ഗേറ്റും ഇവിടെ. അതും ഒന്നാമത് പേടി തോന്നാൻ കാരണം രാത്രിയല്ലേ, ഇരുട്ടല്ലേ, ആകെ 4 പുറം ആരും കാണുന്നില്ല, ഈ മതിൽ കെട്ടിൻ്റെ ഉള്ളിൽ ഞാനും. അങ്ങനെ ഒരു ഭയങ്കര പേടിയായിട്ടോ. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു ഞാൻ അവിടെ നിൽക്കൂല, എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല. ഞാനേ എൻ്റെ കുട്ടികളൊക്കെ ഇട്ടെറിഞ്ഞ് പോയത്, ഞാൻ ഈ ജീവനോടെ തിരിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. എനിക്കിവിടെ വച്ച് വല്ല അപകടം സംഭവിച്ചു, എനിക്കിവിടെ കാണുമ്പോൾ തന്നെ പേടിയായിട്ടുണ്ട്, ഞാൻ അവിടെ നിൽക്കൂല ഒക്കെ അയാളോട് പറഞ്ഞു. അയാൾ പറഞ്ഞു ഇനി എത്ര കിലോമീറ്റർ ഇവരെ വീട്ടിലേക്ക് ഓടാണ്ട്. സംഭവം ശരിയാണ്. പിന്നെ നമ്മൾ പോന്നപ്പോഴല്ലേ അതും മനസ്സിലായത്, നമുക്ക് ഫസ്റ്റ് ഇതൊന്നും അറിയില്ലല്ലോ. അത് വരുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് ഖത്തറിൽ ഇതുപോലൊരു വീട്ടു ജോലിക്ക് പോയിട്ടൊരു പെണ്ണിനെ എത്രയും മാസങ്ങളോളം പൂട്ടിയിട്ട് അത് രക്ഷിക്കാൻ പറഞ്ഞിട്ട് നമ്മളതിലൊക്കെ വന്നിരുന്നു. അത് കണ്ട് അത് ഓർമ്മ വന്നു, നിന്നവിടെ പൂട്ടിയിടാൻ കൊടുന്നതാണോ നമ്മളെ മനസ്സിൽ പല ചിന്തയും വന്നിട്ട് ഞാൻ അയാളോട് ഞാൻ അവിടെ നിൽക്കൂല, എനിക്കെൻ്റെ വീട്ടിലേക്ക് പോകണം. പിന്നെ നിങ്ങൾ ഇതിന് ചതിക്കാൻ, നിങ്ങൾ ഇങ്ങനെ മനുഷ്യന്മാർ ചതിക്കാൻ പറ്റുമോ? നിങ്ങളിങ്ങനെ പിന്നെ നമ്മളെ നാട്ടിൽ ഞാൻ എല്ലാ പണിയെടുത്ത് ജീവിച്ചിരുന്നില്ല, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചെടുത്തി, ഇതിനൊക്കെയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അയാളോട് കുറേ വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നിൽക്കൂല, ഞാൻ ഇവിടുന്ന് എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു പാസ്പോർട്ട് എവിടെ? ഞാൻ പറഞ്ഞു പാസ്പോർട്ടിൻ്റെ കയ്യിലുണ്ട്, പാസ്പോർട്ട് അറബിക്ക് കൊടുക്കുക. ഞാൻ പറഞ്ഞു പാസ്പോർട്ട് കൊടുക്കൂല പറഞ്ഞു. കാരണം ഞാൻ എന്ത് വിശ്വാസത്തിലാണ് പാസ്പോർട്ട് കൊടുക്കുക, ഇവിടെ ഇങ്ങനെ കൊടുന്നിട്ടിട്ട് എന്താ ലക്ഷ്യം ഒന്നും ഞമ്മക്കറിയില്ല എന്നും പറഞ്ഞു. ഞാൻ കൊടുക്കൂല എന്നു. അപ്പം എന്നോട് അയാൾ പറഞ്ഞു ഞാൻ ഇതും പറഞ്ഞു, ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നിട്ടുള്ളത്. നിങ്ങളിങ്ങനെ ചതിക്കാനാണെങ്കിൽ, ഇങ്ങനെ നിങ്ങൾ പെണ്ണുങ്ങളെ പിന്നെ ഇങ്ങനെ ചതിക്കാനാണെങ്കിൽ നിങ്ങളിങ്ങനെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു, ഒരിക്കലും പാടില്ല, നിങ്ങളിങ്ങനെ മനുഷ്യന്മാർ ചതിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അയാളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വർത്താനം പറഞ്ഞു. നല്ല ആളിനോട് പറഞ്ഞു പിന്നെ അറബിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഫോൺ കൊടുത്തു. അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു അവർ. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഇയാൾ ഇന്നോടൊന്നും മിണ്ടണില്ല കേട്ടോ, അറബി ഒന്നും മിണ്ടണില്ല. ഇയാൾ വാതിലൊക്കെ അടച്ച് പിന്നെ എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് കാറിൻ്റെ ഡിക്കി തന്നെ കൊണ്ടുവച്ചു. എന്നോട് കയറാനും പറഞ്ഞു. ഞാൻ കയറി. ഞാനവിടെ കാറ് കയറിയിരുന്നു. അതിൽ ഇയാൾ കാറൊക്കെ എടുത്ത് ഗേറ്റൊക്കെ തുറന്ന് പുറത്തേക്ക് പോയിട്ട് ഇയാളൊന്നും സംസാരിക്കണമൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നി ഇയാൾക്ക് ദേഷ്യമായിട്ടുണ്ടോയെന്ന്. ദേഷ്യമായാലും നമ്മളെ ഇത് നോക്കണ്ടല്ലേ, അല്ല അപ്പോൾ നമ്മളെന്താ കാട്ടുക? ഒന്നാമത് നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് ടൈം ഗൾഫിൽ വരിക, പിന്നെ എന്നിട്ട് നമ്മളറിയുന്ന ഒരു പെണ്ണുങ്ങളെ കൂടി നമുക്ക് കാണാനുമില്ല. അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു ആശ്വാസം നമുക്ക് പിന്നെയും കിട്ടും. ഇത് എന്താ ഏതാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മളെ ഫസ്റ്റായിട്ട് ഇങ്ങനെ കൊടുന്നിട്ടിട്ട് നമ്മളെ എന്തിനാ കൊടുന്നിക്കണു, എന്താ അവരുടെ ഉദ്ദേശം ഒന്നും അറിയില്ല. മനുഷ്യന്മാർ കൊല്ലുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. കാരണം ഓരോരുത്തരും അനുഭവം നമ്മൾ ഈ ഇതിലൊക്കെ കാണുന്നതല്ലേ. ഇങ്ങനെ ഗൾഫിൽ പോയിട്ട് അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ അല്ലേ. ഞാൻ വരുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് ഞാൻ ആ ഖത്തറത്തെ പെണ്ണിൻ്റെ വീഡിയോ കണ്ടത്. അപ്പം എനിക്ക് ആകെ പേടി. എന്തായാലും കാറ് കയറി കുറേ കൊണ്ട്
അരമണിക്കൂറോളൊക്കെ യാത്ര ചെയ്തപ്പോൾ ആളിഞ്ഞോട് പാസ്പോർട്ട് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ കൊടുത്തു കേട്ടോ. എന്തായാലും ഇപ്പം നമുക്ക് ഓടി എത്തുന്ന സ്ഥലമൊന്നും അല്ലല്ലോ ഇപ്പം നമ്മളെ നാട്. എന്തായാലും ഇപ്പം അവിടെ നിന്ന് പോകുന്നില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ കൊടുത്തു. അപ്പം അയാൾ അവിടെ വാങ്ങി അയാളെ കാറിൻ്റെ അപ്പുറത്തെ സീറ്റിലവിടെ വെച്ചു, ഫ്രണ്ടിലത്തെ മറ്റേ സീറ്റിലവിടെ വെച്ചു. അതിൽ പിന്നെ ഒരു അരമണിക്കൂർ കൂടി ഓടിയപ്പോൾ ബുറൈമി പറഞ്ഞ സ്ഥലത്തെത്തി, ഒമാൻ ബുറൈമി. അപ്പോൾ ബുറൈമിയിൽ വരെ ഒരു ഫാമിലി ഉണ്ട് കേട്ടോ. അത് പിന്നെ കുട്ടികളും ഭാര്യയും ഭർത്താവുമാണ്. 2 കുട്ടികളും ഭാര്യയും ഭർത്താവും. അങ്ങനെ ഞങ്ങളൊരു 5:30 സുബൈ ബാങ്ക് കൊടുത്തിരിക്കുന്നു. ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ അവരെ വീട്ടിലെത്തി. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെ കയറിയിരിക്കാനൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് ചെന്നേക്കിന് ചായയൊക്കെ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചായയൊക്കെ ഉണ്ടാക്കി, ചായയൊക്കെ കുടിച്ച് പഴമൊക്കെ ഇന്നൊക്കെ കഴിച്ച്. ഞാനൊന്നും കഴിച്ചു, ഞാൻ ഗ്ലാസ് ചായ മാത്രം കുടിച്ച്. അറബി പഴം എന്തോ കഴിച്ച്. അത് പറഞ്ഞ മാതിരി ആകെ ടയർഡായിട്ടാണ്. കാരണം വണ്ടി അത്രയും ഓടിയിട്ട് ഇനി ഇത്രയും കൂടി ഓടാൻ വയ്യാത്തതുകൊണ്ട് അയാളെന്തായാലും നമ്മളെ നല്ലീനും അയാൾ പിന്നെ ഉറക്കം വന്നിട്ട് വണ്ടി ഓടിച്ചാൽ വയ്യാത്തൊരു ഇതൊക്കെയാണ്. പക്ഷെ നമുക്കിതൊന്നും അറിയില്ലല്ലോ. എന്നിട്ട് ഇവരെ വീട്ടിൽ പോയി. ഇവരെ വീട്ടിൽ പോയപ്പോൾ അവർ പിന്നെ ഫ്രഷ് ആവാൻ പറഞ്ഞു. നമ്മൾ ഫ്രഷൊക്കെ ആയി. അപ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷം. കാരണം ഒന്നുമില്ലെങ്കിൽ ഒരു ഫാമിലിയിലല്ലേ. കാരണം 2 കുട്ടികളും ഉണ്ട്, ഭാര്യയും ഭർത്താവുമാണ് അവിടെ. അപ്പോൾ അറബിനോട് ചോദിച്ചു, റൈഹാന ഓക്കെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അതിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു അയാൾ എന്നോട്. അപ്പം അങ്ങനെ അവിടെ ഇങ്ങോട്ട് ഞാൻ ഈ ജോലി എടുക്കുന്ന സ്ഥലത്തേക്ക് വരണമെങ്കിൽ ഇവിടെ ഞാൻ ചൊവ്വാഴ്ചയാണ് വന്നത്, വ്യാഴാഴ്ചയാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിപ്പുള്ളൂ. അയാളിതൊക്കെ കണ്ടിട്ട് ഒന്നും എനിക്കറിയില്ലല്ലോ, ഈ കഥകളൊന്നും എനിക്കറിയില്ല. ഇങ്ങോട്ട് പിന്നെയാണ് ഇവരാണ് എന്നോട് ഇങ്ങനത്തെ, ഞാൻ താമസിച്ച വീട്ടുകാരാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നത്. അവർക്കും ഇതറിയില്ല കേട്ടോ. അവർ ഫോണിൽ പറഞ്ഞു തരും, ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സംസാരിക്കും. അപ്പോഴാണ് എനിക്ക് ഇതായത്. പിന്നെ അല്ലേ ഇവരെ സ്വഭാവവും ഇവരെ നന്മയൊക്കെ നമ്മൾ തിരിച്ചറിയണത്. കാരണം അത് എൻ്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കാരണം നമുക്കറിയാത്തൊരു നാട്, ഫസ്റ്റ് ടൈം, നമുക്കൊരു ഭാഷ അറിയില്ല. ഒരു മലയാളത്തിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഒരു ഫോണില്ല. എല്ലാം കൊണ്ടും നമ്മൾ പെട്ടൊരു ദിവസം, ഒരു ടൈമായിരുന്നു അത്. ഫോണുണ്ടെങ്കിൽ നമുക്ക് ആരെയും വിളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ആരോടെങ്കിലുമൊക്കെ ഹെൽപ്പ് ചോദിക്കാമായിരുന്നു. പിന്നെ ഞാനിതാക്കിയത് അയാളെന്നവിടെ കൊണ്ടുപോയിട്ടിട്ടാണ് പോവുകയും ചെയ്ത്. എനിക്കൊരു ഫോണും ഇല്ല, ഒരു നെറ്റും ഇല്ല, ഒന്നുമില്ല. ഞാനെന്ത് ചെയ്യും? അങ്ങനെ ആരോടെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ പറയാനും ഒരു മാർഗം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ വന്നത് കേട്ടോ. പിന്നെ അവിടെ 2 ദിവസം നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അൽഹംദുലില്ലാ റാഹത്തായി. ഞാനൊരു പേടിയായി. പടച്ച റബ്ബേ, ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു പേടി കേട്ടോ. ചെറിയ പേടിയൊന്നുമല്ല പേടിച്ചത്. അത് ആരായാലും എത്ര ധൈര്യമുള്ളവരാണെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ പേടിക്കും. കാരണം ഇവരെ സ്വഭാവം വരെ നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴൊക്കെയാണ് ഇവരപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും പോകേണ്ട സാഹചര്യം വന്നാൽ നമുക്ക് ധൈര്യമായി പോവാം. കാരണം അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പം അത്ര ഡീസൻ്റുള്ള ആൾക്കാരാണ്. പക്ഷെ ഇത് നമുക്ക് ആദ്യം അറിയില്ലല്ലോ. എന്തായാലും അൽഹംദുലില്ലാ ഇപ്പം റാഹത്തിലായി. ഒരു ഭയങ്കര ഒരു അന്നത്തെ രാത്രി ഉണ്ടല്ലോ, അത് എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ അത് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ്. എന്നെ വീട്ടിലാണ് കൊണ്ടുപോയാക്കിയത്. ഇതൊക്കെയാണ് മക്കളെ ഓരോരോ അവസ്ഥ. നമ്മൾ ഗൾഫിൽ പോയി അവിടെ കുടുങ്ങി ഇവിടെ കുടുങ്ങി, അവിടെ പൂട്ടിയിട്ടു ഇവിടെ പൂട്ടിയിട്ടു എന്നൊക്കെ ഇങ്ങനെ കേൾക്കല്ലാതെ ഞാൻ വിചാരിച്ചു ഞാൻ പൂട്ടിയിടാൻ കൂടി നിൽക്കിയിരിക്കുമോ എന്നിങ്ങോട്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവം. ഇത് സത്യത്തിൽ ഞാനൊരാളോട് പറഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവം ചിലപ്പോൾ എൻ്റെ പിന്നെ വീട്ടുകാരെന്നെ എൻ്റെ ഈ വീഡിയോ കൂടിയൊക്കെ അറിയണത്. കാരണം അവരൊക്കെ എൻ്റെ മക്കളൊക്കെ അറിയണ ചെറുതെന്തേലും കേട്ടിയാൽ മതി അപ്പത്തിനായിട്ടൊക്കെ ടെൻഷനും ഇടങ്ങാറും ഐറ്റങ്ങളും കൂടി ഇടങ്ങാറാക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഈ കഥ തന്നെ പറഞ്ഞിട്ടില്ല. ഇപ്പം പറയണതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി കുഴപ്പമില്ല, അവരുമ്മ ഹാപ്പിയാണെന്ന് അവർക്കറിയാം. കാരണം ഇവിടുത്തെ പ്രശ്നങ്ങളും ഇല്ല. ഇവിടുത്തെ അറബിച്ചുകളായിക്കോട്ടെ എൻ്റെ കുട്ടികളോട്ട് ഫോൺ ഞാൻ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ അവർ സംസാരിക്കാറുണ്ട്.
അപ്പോൾ അവർക്കറിയാം ഇവിടെ എല്ലാവരെ കുറിച്ച് ശരിക്കും എല്ലാവർക്കും ശരിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവർ കേട്ടാലും നമുക്ക് പേടിയില്ല. ഓക്കെ. അല്ല, അന്നൊന്നും ഇതുവരെ ഞാൻ പറയാത്തൊരു രഹസ്യമാണത്. നമ്മൾ അത്രയും അനുഭവിച്ചു. ആ ഒരൊറ്റ ദിവസമുള്ളൂ കേട്ടോ, പക്ഷെ പിന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പോരല്ലേ ഒരാളെ ജീവിതത്തിൽ. മനുഷ്യർ മരിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടിയത്, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഞാൻ അന്നത്തെ ഒരൊറ്റ ദിവസം. ഓക്കെ. അപ്പോൾ ഇപ്പം ഹാപ്പിയാണ്, അൽഹംദുലില്ലാ. റാഹത്തായിട്ട് ഇങ്ങനെ ജീവിച്ചു പോണു. എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ഇനി ഇങ്ങനെ പോട്ടെ. ഓക്കെ. അപ്പോൾ അസ്സലാമു അലൈക്കും. ഇത്രേ ഉള്ളൂ. ഞാൻ വന്ന അന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും. ടാറ്റാ, ബൈ.